ദി ഐഡിയ ടു കൺസ്ട്രക്ട് ഈ ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഈ ഓളിഗാർക്കി, ഈ ചാതുർവർണ്ണ ഓളിഗാർക്കി മസ്റ്റ് കൺട്രോൾ ഇന്ത്യ. ദേ കനോട്ട് ലൂസ് പവർ. അപ്പോൾ അത് ഇൻ എ സെൻസ് അവർ ഇന്ത്യ കോളനൈസ് ചെയ്യാണ്. ദേ ആർ ദി ഓൾഡസ്റ്റ് കോളനൈസേഴ്സ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു പെരിയാർ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ, അല്ലേ, ഓൾഡസ്റ്റ് കോളനൈസേഴ്സ്. അപ്പോൾ ഈ ന്യൂവർ കോളനൈസേഴ്സിനെ അവർ പുറത്താക്കിയിട്ട് ഈ ഓൾഡസ്റ്റ് കോളനൈസേഴ്സ് are going back to colonize the country. അപ്പോൾ അവർ they want to control us by destroying our social identity. അപ്പോൾ ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്തോ ഭീകരമായിട്ട് ട്രൈബലിസം ആണെന്ന് പറഞ്ഞ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ്. ഓരോ കമ്മ്യൂണിറ്റീസും ഇവർ ഗ്രാജുവലി അത് ഇവോൾവ് ചെയ്തു. അത് ഇനിയും ഇവോൾവ് ചെയ്യും. അത് അത് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത് കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ഓർഗാനിക് കമ്മ്യൂണിറ്റീസാണ്. ഓരോ ഈ സമുദായങ്ങളും പല വിധത്തിലും ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് കണ്ടിന്യൂയിങ് ടു ഇവോൾവ് ആണ്. അപ്പോൾ അതിനെ ഒരു നാച്ചുറൽ ഓർഗാനിക് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ വിട്ടുകൊടുക്കണം. അതിനെ ഒരു ഭീകരമായി ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയുടെ നിലനിൽപ്പ് ആർക്കാണ് ത്രെറ്റനിങ്? എന്ത് എക്സ്പ്ലോയിറ്റേഷനാണ് അവർ ചെയ്തിട്ടുള്ളത്? എന്ത് വയലൻസാണ് അവർ ത്രെറ്റൻ ചെയ്തത്? എന്ത് ഡോമിനേഷനാണ്? വൈ ഷുഡ് ദാറ്റ് കമ്മ്യൂണിറ്റി ബി ഡിസ്ട്രോയിഡ്? അത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കും നല്ലതല്ലേ? ഈ എല്ലാവർക്കും ഓപ്പണായി നിൽക്കുന്ന പല വൊക്കേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ സാഹോദര്യത്തിലും സ്നേഹത്തിലും അനുകമ്പയിലും വിശ്വസിക്കുന്ന ഒരു ഗുരുവുള്ള, അപരവൽക്കരണത്തിനെതിരെ നിൽക്കുന്ന ഒരു ഗുരുവുള്ള ഒരു കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് നല്ലതല്ലേ? എന്തിനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? അത് ഹിന്ദു വൽക്കരിക്കാൻ വേണ്ടിയാണ്. ഈ G11 ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ നമുക്ക് സെൻസസ് നടത്തണം, സമുദായങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണം, സമുദായങ്ങളുടെ കൾച്ചർ. അപ്പോൾ സമുദായങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സദാചാര മൂല്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂസ്, ഇക്വാളിറ്റി, ലിബർട്ടി, ഡിഗ്നിറ്റി, ഫ്രെറ്റേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സ്വാഭിമാനം, ഈ മൂല്യങ്ങൾ അനുസരിച്ച് നമ്മൾ റിഫോം ചെയ്യണം. നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള സ്ത്രീ അസമത്വവും മറ്റ് പേട്രിയാർക്കിയും ഫ്യൂഡലിസവും ഇതെല്ലാം മാറ്റി നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഇതൊരു നല്ലൊരു ഡെമോക്രാറ്റിക് ഇന്ത്യ ബിൽഡ് ചെയ്യാൻ ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. അത് ആണ് ഏറ്റവും അധികം ത്രെട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാലമാണെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു ഇതിൽ പറയുന്ന ഒരു സാധനം, നമ്മൾ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് ഹിന്ദുത്വം വരാൻ പോകുന്നത്. പക്ഷേ സാറ് പറയുന്നത് ഇത് ജുഡീഷ്യൽ ഇന്ത്യയിലൂടെയാണ്. ജുഡീഷ്യറിയിൽ ഈ ഓളിഗാർക്കിക്ക് വലിയൊരു ഡോമിനേഷൻ ഉണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ഡോമിനേഷനാണ്. അപ്പോൾ റഫ്ലി സ്പീക്കിംഗ് ഒരു 40% സുപ്രീം കോടതി ജഡ്ജസ് ആർ ഫ്രം ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അലോൺ. അത് നത്തിങ് എഗൻസ്റ്റ് ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി. അയ്യങ്കാർ, നമ്പൂതിരിയൊക്കെ സ്ട്രോങ് ആയിരിക്കും, നമുക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ പുലയ, സാംബവ, ഈഴവ അവരും ഈക്വലി സ്ട്രോങ് ആയിരിക്കണം. ഒരു 3-4 കമ്മ്യൂണിറ്റീസ് മാത്രം സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത്, പാലക്കാട്ട് ഒരു ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ നടത്തി. അവരെന്തുകൊണ്ട് ഗ്ലോബൽ ഹിന്ദു കൺവെൻഷൻ നടത്തിയില്ല? ഇപ്പോൾ അതൊരു ഗ്ലോബൽ ഈഴവ കൺവെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു തന്നെ അത് വിഭാഗീയതയാണ്, അത് ട്രൈബലിസമാണ്, എല്ലാം ഒപ്പോസ് ചെയ്തതിന്. പക്ഷേ ഗ്ലോബൽ ബ്രാഹ്മിൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അതിനെന്തോ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു അപ്രൂവലുണ്ട്. അപ്പോൾ അവരുടെ സമത്വത്തിനെ നിലനിർത്തുക, നമ്മളെയൊക്കെ ഇല്ലാതാക്കുക, അതാണ് അവരുടെ സ്ട്രാറ്റജി. അപ്പം നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ, ഈ ഓളിഗാർക്കിക് ഡോമിനേഷനെ അവസാനിപ്പിക്കണമെങ്കിൽ, ജനാധിപത്യം വേണമെങ്കിൽ, ഗുരു പറയുന്നത് ഈ ഹിന്ദു എന്നുള്ളൊരു ഐഡൻറ്റിറ്റി പൊതുപ്പേര് നമ്മൾ ഗിവപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ 85% മാനവധർമ്മം എന്നുള്ളൊരു ഓപ്പൺ പൊതുപ്പേര് നമ്മൾ എടുക്കണം. ഡോക്ടർ അംബേദ്കർ പറയുന്നത് എന്നിട്ട് നമ്മൾ ജാതികളല്ല, നമ്മൾ സമുദായങ്ങളാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഈ ജാതിയുടെ തൊപ്പി നമ്മുടെ തലയിൽ വെച്ചിട്ടാണ് ഹിന്ദുവിൻ്റെ തൊപ്പിയും നമ്മുടെ തലയിൽ വെക്കുന്നത്. ജാതി എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമേ ശ്രേണീകരണമുള്ളൂ. സമുദായത്തിൽ ശ്രേണീകരണമില്ല. ഇവർക്ക് ശ്രേണീകരിക്കാനുള്ള ഒരു മെക്കാനിസമാണ് ജാതി. ഈ ഋഗ്വേദത്തിൽ മുതൽ ഇങ്ങോട്ടുള്ള ശ്രേണീകരിക്കുകയാണ്. അപ്പം നമ്മൾ ജാതി അവോയ്ഡ് ചെയ്ത് നമുക്ക് ശ്രേണീകരണമില്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സെക്കുലറൈസേഷൻ അല്ലെങ്കിൽ മതേതരത്വം വരണമെന്നുണ്ടെങ്കിൽ ഈ ജാതിയുടെ തൊപ്പി നമ്മൾ എടുത്ത് കളയണം. അവിടെ നിന്നാണ് സെക്കുലറിസം തുടങ്ങുന്നത്. അതെ,